വലിയ വലിയ ബീമിന്റെ വർക്ക് എടുക്കല് ഇവരാട്ടോ. യൂസഫ് അലി ലുലുമാൾ. നമ്മളെ പൂച്ചക്കുട്ടിക്കുള്ള കവർ ഒരുക്കണേ. ഹലോ ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോസ് ആരംഭിക്കണേ. ഇന്നത്തെ വിശേഷങ്ങൾ, ഇന്നത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് എങ്ങനെ വരും, എങ്ങനെ ആവും എന്നുള്ളതൊക്കെ നോക്കാം ഇൻഷാ അല്ലാ. ചെറിയതായിട്ടുള്ള വീഡിയോസ് കേട്ടോ. ഇന്നൊരു സൂപ്പർ ഫ്രൈഡേ. ഞാൻ ഒരുങ്ങി ആയപ്പോഴത്തേക്കും മക്കൾസൊക്കെ സ്കൂളിൽ പോയി. അതുകൊണ്ട് ഇന്ന് ബാറ്റ് കളി നടന്നിട്ടില്ല. ഇനി വൈകുന്നേരം നോക്കാം ഇൻഷാ അല്ലാ. ഓക്കെ, കാണാം. ഹലോ ഗൈസ്, ഈ നിൽക്കണ എന്താ മനസ്സിലായോ? ഇത് വേറെ ഒന്നുമല്ല, JCB രണ്ട് ടയറില്ല. ആൾക്ക് കുഴപ്പമൊന്നുമില്ല, തലല്ലാറണമാര് ടയറില്ല. റീബെൽറ്റ് ഞാൻ ചെയ്യാൻ കൊടുത്താട്ടോ. ഈ വെള്ളിയാഴ്ചകളിൽ എനിക്ക് JCB വർക്ക്ഷോപ്പിലൊന്ന് വരേണ്ടി വരും. അത് നമ്മളെ ഒരു ജോലിൻ്റെ ഭാഗമാണ്. അല്ലെങ്കിൽ ഇതിൽ വിളിച്ച് ശല്യപ്പെടുത്തും, വേറെ കുഴപ്പമില്ല. ഇതാണ് രാജേട്ടൻ. എൻ്റെ ആളാണ് എൻ്റെ വർക്ക്ഷോപ്പ് മുതലാളി. വർക്ക്ഷോപ്പ് മുതലാളി ആൻഡ് മാനേജർ ആൻഡ് വേറെന്താണ് ഏടാ? വർക്ക്ഷോപ്പ് മുതലാളിയും പിന്നെ മാനേജറും പിന്നെ വേറെത്താ യൂസഫ് അലി സാറിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി. ലുലുമാൾക്ക് സാധനം വെൽഡ് ചെയ്ത് പോകണമെന്നുണ്ടോ ബീമുകളൊക്കെ ഗൈസ്. എന്താളാണ് ഇന്താള്. ഏടാ ലുലുക്ക് സാധനം കൊണ്ടുവരപ്പെടുന്നല്ലേ. വലിയ വലിയ ബീമിന്റെ വർക്ക് എടുക്കല് ഇവരാട്ടോ. യൂസഫ് അലി ലുലുമാൾ ഉണ്ടോ. വെൽഡിങ് ചെയ്യണേ. വെൽഡിങ് ചെയ്യല്ല, വേസ്റ്റ് ഇത് പൊട്ടിക്കണം, കട്ട് ചെയ്യണേ. നമ്മളെ ഫോണുമൊക്കെ തെറിച്ചോ. ഇരുമ്പിന്റെ പ്ലേറ്റ് കട്ട് ചെയ്താണ് ചെയ്യുക. JCBന്റെ ബക്കറ്റാട്ടോ ഗൈസ്. JCBന്റെ ബക്കറ്റ് പറഞ്ഞാൽ ഈ സാധനം. ഇത് നമ്മളെ കൈ ഇത് കട്ടാകുമ്പോ നോക്കാം. എന്താള് പറഞ്ഞേ? കുറച്ച് കഴിഞ്ഞ് തരട്ടോ. അപ്പൊ രാവിലെ തന്നെ കടാണോ ചോദിച്ചു. ആർക്ക് കുഴപ്പമൊന്നുമില്ല, തലല്ലാർന്ന മാതിരി തന്നെയാണ് കേസ്. പൈസ ചോദിച്ചുകൊണ്ടിരിക്കും. ലേടാ ഇരിക്കണോ പണി മാത്രം എടുക്കുക. പൈസ ചോദിച്ചാൽ ആർക്കും പറ്റില്ല. എന്താടാ ഇതാണ് കേസ്. വേറൊരു വണ്ടി ടയറില്ലാതെ നിൽക്കണം. എന്നാൽ അള്ളാനെ വിളിച്ച വണ്ടികൾ കുറേ ഉണ്ടല്ലോ. ഇതാട്ടെ കേസ് JCBന്റെ ഹബ്ബ്. ഇതുമ്മലാണ് ടയർ വെക്കുന്ന ബോൾട്ടുകൾ. അതിൻ്റെ ഉൾവശമാണ് ഈ കാണുന്ന ഗിയർ, ആക്സിൽ ഗിയർ. ഈ സാധനം അതിൻ്റെ ടോപ്പായിട്ട് വരും. അങ്ങനെയാണ് ഗേസ്. ഇന്താളുണ്ടല്ലോ, ഇന്താളെ പറ്റി പറയണമെങ്കിൽ ആളരിച്ചക്ക് ചെല്ലണം. മുതലാളി കേൾക്കാൻ പാടില്ല. ആളൊരു ആള് ഇവനാണോ? ഇതൊക്കെ ബോധക്ക് നോക്കണോ? ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്ന് വണ്ടൂർ എറിയാടുള്ള വിശേഷങ്ങളുണ്ടോ. വർക്ക്ഷോപ്പ് തന്നെ ഈ വർക്ക്ഷോപ്പൊക്കെ ഇൻഷാ അല്ലാ ഞാൻ വരിക വെള്ളിയാഴ്ച കയറാം. അതിന് മുന്നേ അർജന്റീനയിലേ വരുള്ളൂ. ഓക്കെ ഗൈസ്, ജുമാ നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലോട്ട് പോകാൻ കേട്ടോ. തിരുവാലി ടൗണ് അവിടെയാണ് ഈ കാണുന്നത് ഗൈസ്. നമസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ നല്ല അടിപൊളി ജ്യൂസ് വിതരണം ചെയ്യുന്നുണ്ട്. എന്താണ് കാരണം എന്നുള്ളത് മനസ്സിലായില്ല. ഞാൻ നമസ്കാരത്തിൻ്റെ സമയത്തിൻ്റെ അടുത്ത എത്തിയത്. ഇതിൻ്റെ മുൻപ് പറഞ്ഞിരിക്കും, എന്താ അറിയില്ല. ഒരു ബാക്കിയുള്ള കണക്കൊക്കെടാ ഗേസ്. വെള്ളിയാഴ്ച ആകുമ്പോ ഞങ്ങള് കണക്കിന് ഇരിക്കൂട്ടോ. എന്നിട്ട് ഈ ചെറിയ ഇങ്ങനെ കാണാം. പൈസ വെക്കാൻ നോക്ക് ഗേസ്. ഓനെത്ര ചെലവാക്കാൻ കൊടുത്തിട്ടും കാര്യമില്ല. സംഗതി പിന്നെയും ചിരിച്ചും ഇരുന്ന് കണ്ടു. എന്നിട്ട് പൈസ കാണാണ്ടാവില്ല. നമ്മളെന്ത് ചെയ്യുവാനാ ഈ പോക്ക് പോയാല്?
പഠിച്ചോനാണോ കണക്ക് കിട്ടി തോന്നി ഈ പോക്ക് പോയി ആർക്ക് കണക്ക് കിട്ടും. ഉണ്ടാക്കാൻ നോക്ക്. 2:30 മണി 3 മണി ആയിട്ടോ. ജുമാസ്കാരം കഴിഞ്ഞിട്ട് ഇന്താളപ്പം ഇരിക്കൽ തുടങ്ങിയിട്ട് ഇപ്പൊ 3 മണിയായി. ഇപ്പോഴും ഫുള്ളായിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല, ഉച്ചവണ് ഇതുവരെ കിട്ടിയില്ല. നമ്മളിവിടെ നിക്കണ്ടല്ലോ, ഇവിടെ വാങ്ങി തരേ. വാങ്ങി തരങ്ങി ഇത് കണക്ക് തരണ്ടേ? ഇത് തുടരും. ഇത് അടുത്ത ആഴ്ച വരെ ഈ ആഴ്ചത്തെ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കഥകൾ. ആ പറയും. സർജാസ് 40,000. ആ നിങ്ങളൊരു 13. ആ അപ്പൊ എത്രയായി? പിന്നെ 10,000, ആ പിന്നെ 6,000. അറിയില്ല, എനിക്ക് അറിയില്ല. ഇങ്ങനെ കുത്തുണ്ട്. ഞാൻ നീച്ചു പോട്ടോ, പൈസ ഉണ്ടാക്കാൻ നോക്കോ. കേസ് ഇത് ശരിയാക്കാൻ കഴിച്ചു നോക്കട്ടെ. കാണാം കാണാം. അപ്പൊ ആ കണക്കൂട്ടല് കഴിഞ്ഞിട്ടോ. കമ്പനി 40,000 കൊണ്ടുപോയി. കമ്പനിക്ക് 40,000 കൊണ്ടുപോയിരുന്നത്. ഓന് കണക്ക് തരാൻ കഴിച്ചില്ലെങ്കിൽ പിന്നെ ഓൻ വെക്കല്ലാതെ വേറെന്താ മാർഗം? എന്താ ചെയ്യാ? ഓന് വെക്കട്ടെ. അല്ല അപ്പൊ എന്താ ചെയ്യാ? നമ്മളെല്ലാ ആഴ്ചയിലുണ്ട് ഇങ്ങനെ 2,000-3,000 പറഞ്ഞിട്ട് ഒഴിവാക്കി കൊടുക്കുന്നത്. 40,000-ന്റെ ഷോർട്ടാണ്. 3 മണിക്കൂർ ഇരുന്നിട്ടേ നമ്മളെ ഭക്ഷണം കഴിക്കുന്ന ടൈമിന് വൈകിന്നല്ലാതെ. ഈ ബിരിയാണി ഇനി കണക്ക് ഉണ്ടാക്കാൻ പറയണേ. എവിടെ നിന്നും കണക്ക് കാണിച്ചു തരാൻ കഴിയാണെങ്കിൽ നമ്മൾ കൊടുക്കും. ബുക്ക് ഫുള്ള് നോക്കിയാൽ ബുക്കിന് തരല്ല. ബുക്കിൽ തരല്ലോ. ഞാനത് വെക്കുക, അല്ലാതെ മാർഗല്ല. എന്നാലും ഓഞ്ഞ് പാഠം പഠിക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഞങ്ങള് ബിരിയാണി കാണാം. ഹലോ ഗൈസ്, വീട്ടിൽ വന്ന് നോക്കുമ്പോഴേ ഒന്ന് കയറിയപ്പോൾ കേൾക്കണത് ഇവിടെ നമ്മളൊരു പൂച്ചക്കുട്ടി ഉണ്ടല്ലോ. നമ്മളെ പൂച്ചക്കുട്ടി എന്നല്ല എങ്കിലും വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുന്ന സാധനമാണ്. വണ്ടി തട്ടിയിട്ടുണ്ട്. ഇതാ കഞ്ഞിതിനെ കുഴിച്ചിട്ടോ ഗൈസ്. നോക്കിയിട്ട് കാര്യമില്ല, പാവലെ എന്ത് ചെയ്യാൻ അണ്ണും മട്ടിയില്. ഇവരാണ് പരിക്ക് വെച്ചിട്ടോ. പരിക്കല്ല, ആള് മരിച്ചുപോയി. ബലം വെച്ചു. നമ്മളെ പൂച്ചക്കുട്ടിക്കുള്ള കവർ ഒരുക്കണേ. നാലിഞ്ച് എങ്ങനെയാണ് തട്ടിയതാവണേ അറിയില്ല. ആള് മരിച്ചുപോയി. ആണോ? മരിച്ചിട്ടേ കടക്കണതാണ്. ബലം വെച്ചിട്ട് കൊറേ നേരം കിട്ടോ അല്ലേ? കേട്ടോ, കലാസ് കഴിഞ്ഞു. ആ വണ്ടി നോക്ക് കേട്ടോ. ഹലോ ഗൈസ്, മുട്ട കഴിഞ്ഞു. ചെക്കന്മാരെ വകയിട്ട് മുട്ടയും ചായയും കൊടുക്കൂലേ? ലൈറ്റ് ഇടാൻ പറഞ്ഞോ. മുതിയൊരു ലൈറ്റ് ഇടുന്നുണ്ട്. ഓക്കെ അയ്യവാ. ഓക്കെ, ആ UDF പ്രകടനത്തിന്റെ ജീപ്പും വരുന്നതിന് ആളാട്ടെ. ജീപ്പ് ഓട്ടീന ആളാണ് ഒരാള് ജീപ്പും വരുന്നതിന് ആളാണ്, ഒരാളെ വണ്ടിയിൽ ഇരുന്നതിന് ആളാണ്. ഓക്കെ ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോ അത് അവസാനിപ്പിക്കണേ. ടാറ്റാ, ബൈ ബൈ. നാളെ കാണാം ഇൻഷാ അല്ലാഹ്.